ദിസ് ഇസ് നോട്ട് കൈൻഡ് ഓഫ് എ ഫുഡ് ബിസിനസ് അല്ല ശരി, ഇതൊരു പർപ്പസ് ഡ്രിവൺ ആണ്. ദ പർപ്പസ് ഈസ് ടു മേക്ക് പീപ്പിൾ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഗട്ട് ഹെൽത്ത് ക്ലിയർ ആയി കഴിഞ്ഞാൽ യു വിൽ ഹാവ് സോ മെനി ബെനിഫിറ്റ്സ്. ഇതൊരു മിഷനാണ് എന്നൊരു തോന്നിയൊരു സമയപ്പെടാറ്. എനിക്ക് വേറൊരു മീഡിയം വേണ്ട ആ സ്ട്രെസ്സ് മാറണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ സ്ട്രെസ്സ് നമ്മളെ ബാധിക്കാത്ത രീതിയിൽ ഐ എം നോട്ട് അറ്റ് ഓൾ ബോധഡ് അബൌട്ട് ഇറ്റ്. എന്താണോ നമുക്ക് ഏറ്റവും നല്ലതെന്ന് തോന്നുന്നതിനെ പതുക്കെ പതുക്കെ ഇൻക്ലൂസീവ് ആക്കി കൊണ്ടുവരിക. നമ്മുടെ ബോഡി കാണിക്കുന്ന ഒരു സയൻസും നമുക്ക് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചുള്ളൊരു സ്മോൾ സ്റ്റെപ്സ് എടുക്കാൻ. എന്താണോ ഇൻടേക്ക് എടുക്കുന്നത് അതിൻ്റെ ഒരു ഓവറോൾ തിങ് ആയിരിക്കും നമ്മുടെ ബോഡി റിഫ്ലക്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ബോഡി ഗട്ട് ഹാപ്പി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹാപ്പി ആയിരിക്കും. ഹെൽത്തി എന്നുള്ളത് വെറും ഒരു ഫുഡ് ബ്രാൻഡല്ല, ഇതൊരു മിഷനാണ് എന്നൊരു തോന്നിയൊരു സമയപ്പെടാറ്. സ്റ്റാർട്ടിലെ നമ്മുടെ ഒരു ഓവറോൾ ഐഡിയോളജി അത് തന്നെയാണ്. അതായത് ഒരു മിഷനായിട്ടാണ് എന്നെ കണ്ടിട്ടുള്ളൂ. അതായത് ഇപ്പം ഞാൻ ചെയ്ത സമയത്ത്, ഇപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ 1 മന്ത് ഞാൻ പ്രോപ്പറായിട്ട് ചെയ്തു, 1 മന്ത് ഞാൻ റെസ്ട്രിക്റ്റഡ് ആയിരുന്നു. ആ 1 മന്തിൽ നിന്ന് ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ 2 മന്ത് ആകുമ്പോൾ, സെക്കൻഡ് മന്തിലാവുമ്പോൾ ഈ പറഞ്ഞ പോലെ റെസ്ട്രിക്ഷൻ അത്രയും ഞാൻ നോക്കിയിട്ടില്ല. ഞാൻ ചെറുതായിട്ട് ഇൻഡൽജ് ആവും. അതായത് നമ്മളിപ്പോൾ വീക്ക്ലി സാറ്റർഡേ സൺഡേസിലൊക്കെ നമ്മൾ ലൈക്ക് ഫാമിലിയുടെ കൂടെ പുറത്തേക്ക് പോകുന്നു, അവരെന്താണോ കഴിക്കുന്നത് ആ രീതിയിൽ കഴിക്കുന്നു വെച്ചാൽ. പക്ഷേ മൺഡേ ടു ഫ്രൈഡേ അല്ലെങ്കിൽ മൺഡേ ടു സാറ്റർഡേ ആ ഒരു റിതം കീപ്പ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക. അപ്പം നമ്മൾ ആ സമയത്ത് കഴിക്കാൻ ഞാൻ ഫുഡ് നോക്കി നടക്കുമ്പോൾ ഒരു പരിധി വരെ, അപ്പോൾ ഞാൻ കാക്കനാടാണ് ജോലി ചെയ്യണത്, ബിസിനസ് കാക്കനാട്. അപ്പോൾ നമ്മൾ വന്നു കഴിയുമ്പോൾ നമ്മൾ എടുത്ത് നോക്കിയാലും നമുക്ക് കഴിക്കാൻ പറ്റിയ സാഹചര്യങ്ങളൊന്നും തന്നെ ഇല്ല. നമുക്ക് ഒരു ഹോട്ടലിൽ പോയി കഴിച്ചാലും നമുക്ക് അത്ര നല്ല സാധനങ്ങൾ കിട്ടിക്കണമെന്ന് നിർബന്ധമില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ സാലഡ് കഴിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം റോ സാലഡ്സ് ആണ്. നമ്മൾ റോ സാലഡ്സ് അങ്ങനെ പ്രിഫർ ചെയ്യുന്നില്ല. എനിക്ക് റോ സാലഡ്സ് ഇഷ്ടമല്ല. എനിക്ക് കുറച്ച് ടേസ്റ്റ് വൈസ് ആണെങ്കിലും റോ സാലഡ്സ് കഴിച്ചാലും ഇപ്പോൾ ബോയിൽഡ് ചിക്കൻ കഴിച്ചാലും കുറച്ച് കഴിയുമ്പോൾ എനിക്കും മടുക്കും. സോ ഞാൻ ആ പരിപാടിയിലേക്ക് പോയിട്ടില്ല. റെഗുലർ ആവാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ റെഗുലാരിറ്റി അവിടെ മിസ്സായി പോയായിരുന്നു. ആ റെഗുലാരിറ്റി ഞാൻ റെഡിയാക്കിയത് ഇതേ സംഭവം ഞാൻ എല്ലാ സൺഡേസും വെജിറ്റബിൾസും ചിക്കൻ, ടോഫു, പനീർ, എന്തൊക്കെ പ്രോട്ടീൻ കിട്ടാവോ അതും എന്തൊക്കെ വെജിറ്റബിൾസ് കിട്ടാവോ അതെല്ലാം കൂട്ടി ആ വലിയ പരുവത്തിൽ ഉണ്ടാക്കി വെച്ച് എല്ലാ ഈവനിങ്സിലും കഴിക്കാൻ പാകത്തിന് ഞാൻ ഫുഡ് ഞാൻ തന്നെ പ്രിപ്പയർ ചെയ്തിട്ട് ഉണ്ടാക്കുക ചെയ്ത്. അപ്പോൾ അതിൻ്റെ ഒരു ഡിഫിക്കൽറ്റി ഞാൻ അന്നാണ് മനസ്സിലാക്കിയത്. അതായത് ഇതെല്ലാവരും കൊണ്ട് ചിലപ്പോൾ പറ്റിക്കണമെന്ന് നിർബന്ധമല്ല. ആ പറ്റില്ല എന്ന സംഭവം ആ ഗ്യാപ്പിൽ നിന്നാണ് മനസ്സിലായത് ഇങ്ങനെ ഒത്തിരി ആൾക്കാർ നോക്കി നടക്കുന്നുണ്ട്. ആ നോക്കി നടക്കുന്നുണ്ടെന്നുള്ള രീതിയിൽ നമ്മൾ ഫുഡ് സ്റ്റാർട്ട് ചെയ്യുമെങ്കിലും മിഷൻ ആവുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നോക്കി നടക്കുമെങ്കിലും ആൾക്കാർക്ക് അറിയാൻ പാടാത്ത കുറച്ച് സാധനങ്ങളുണ്ട്. അതായത് ഹെൽത്തി എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളെയും നമുക്ക് നിലനിർത്താൻ പറ്റാത്ത എന്തുകൊണ്ടാണ്, നമുക്ക് എന്തുകൊണ്ട് ഒരു മാസം ഹെൽത്തി ആയിട്ട് നോക്കിയിട്ട് പിന്നെ നമുക്ക് അതിൽ നിന്ന് ചാടി നമ്മൾ വീണ്ടും പഴയപടി പോകുന്നതുകൊണ്ടാണ്, സ്കിപ്പായി പോകുന്നതുകൊണ്ടാണ്, നമുക്ക് അതിനകത്ത് നിലനിൽക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. ആ ഫാക്ടറാണ് അതിനൊരു മിഷനായിട്ട് കൺവേർട്ട് ചെയ്തത്. കാരണം ഗട്ട് ഹെൽത്ത് എന്നുള്ള സംഭവം നമ്മളവിടെ ശ്രദ്ധിക്കില്ല. നമ്മൾ ശ്രദ്ധിക്കുന്നത് ഫുഡ്, നമ്മൾ ശ്രദ്ധിക്കുന്ന ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുമെങ്കിലും അതിനെ ഗട്ട് ഹെൽത്തിലേക്ക് മാറ്റാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് വരുമ്പോൾ വി ആർ നോട്ട് അണ്ടർസ്റ്റാൻഡിങ് ദ ഹോൾ തിങ്. അവിടെയാണ് ആ ഗട്ട് ഹെൽത്ത് ക്ലിയർ ആണെങ്കിൽ, ഗട്ട് ഹെൽത്തിൽ നമ്മൾ ഫോക്കസ് ചെയ്താണ് നമ്മൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ കുറച്ചും കൂടി ഡിഫറൻസ് വരും. ഗട്ട് ഹെൽത്ത് എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ചിലപ്പോൾ നമുക്ക് പറ്റിയ ഫുഡായിരിക്കില്ല മറ്റേയാൾക്ക് പറ്റിയത്. ഗട്ട് ഹെൽത്ത് പറയുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന സാധനം നമ്മൾ കഴിക്കാൻ നോക്കണം, ഇഷ്ടപ്പെടുന്ന സാധനം ഹെൽത്തി ആയിട്ട് കഴിക്കാൻ നോക്കണം. മാർക്കറ്റിൽ ചിലപ്പോൾ നമുക്ക് കിട്ടുന്നത് റോ സാലഡ്സ് ആയിരിക്കും, പക്ഷേ നമ്മുടെ ഗട്ടിന് വേണ്ടത് ചിലപ്പോൾ റോ സാലഡ്സ് ആയിരിക്കില്ല, നമ്മുടെ ഗട്ടിന് വേണ്ടത് പാൻ സോട്ട് ചെയ്ത വെജിറ്റബിൾസ് ആയിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി കുറച്ചും കൂടെ അവയർനെസ് വരുമ്പോൾ ഒരു ചേഞ്ച് ഉണ്ടാവും. ആ ചേഞ്ചാണ് നമ്മൾ മിഷനായിട്ട് കൺവേർട്ട് ചെയ്തത്. അതുകൊണ്ടാണ് ഇതൊരു പർപ്പസ് ഡ്രിവൺ ബിസിനസ്സാണ്. ദിസ് ഇസ് നോട്ട് കൈൻഡ് ഓഫ് എ ഫുഡ് ബിസിനസ് അല്ല ശരിക്കും, ഇതൊരു പർപ്പസ് ഡ്രിവൺ ആണ്. ദ പർപ്പസ് ഈസ് ടു മേക്ക് പീപ്പിൾ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഗട്ട് ഹെൽത്ത് ക്ലിയർ ആയി കഴിഞ്ഞാൽ യു വിൽ ഹാവ് സോ മെനി ബെനിഫിറ്റ്സ്. അതായത് ഒരു വെയിറ്റ് ലോസ് പെർസ്പെക്റ്റീവിലല്ല സംസാരിക്കുന്നത്. ഐ എം ടോക്കിംഗ് അബൌട്ട് ദ ഹോൾ ഓറ ഓഫ് യുവർ ലൈഫ്. പലതും ചേഞ്ച് ആവും. നമ്മൾ പോലും മനസ്സിലാക്കാതെ നമ്മുടെ പല ഫാക്ടേഴ്സും മാറും. നമ്മൾ പോലും മനസ്സിലാക്കാത്ത നമ്മുടെ പല ദുശീലങ്ങളും മാറും. നമ്മുടെ എനർജി ഡിഫറൻസ് ആയിരിക്കും. നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ വിൽ പവർ എന്നുള്ള സംഭവത്തിൽ നിന്ന് മാറി ദർ ഇസ് എ ഡിഫറെൻറ്റ് വിൽ പവർ. നമ്മുടെ സബ് കോൺഷ്യസ് ലെവലിൽ നമ്മൾ പറയും സബ് കോൺഷ്യസ് മൈൻഡിൽ ചെയ്തു പോയതാ അല്ലെങ്കിൽ അറിയാതെ ദേഷ്യപ്പെട്ടതാ എന്ന് പറയുന്ന സംഭവത്തിൽ നിന്ന് മാറിയിട്ട് അറിയാതെ പോലും ദേഷ്യപ്പെടാത്ത അവസ്ഥയിലേക്ക് നമ്മൾ മാറും. അറിയാതെ പോലും നമ്മൾ വേറൊരു ദുശീലത്തിലേക്ക് പോകാത്ത രീതിയിൽ നമ്മൾ മാറും. അത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്. അത് വരണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ടേക്ക് എ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് സ്റ്റെപ്പ്. സോ എന്താണോ ഇൻടേക്ക് എടുക്കുന്നത് അതിൻ്റെ റിഫ്ലക്ഷൻ ആയിരിക്കും. യെസ്, എന്താണോ ഇൻടേക്ക് എടുക്കുന്നത് അതിൻ്റെ ഒരു ഓവറോൾ തിങ് ആയിരിക്കും നമ്മുടെ ബോഡി റിഫ്ലക്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ബോഡി ഗട്ട് ഹാപ്പി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹാപ്പി ആയിരിക്കും, ഗട്ട് ഹാപ്പി അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹാപ്പി ആയിരിക്കില്ല. അതാണ് ബേസിക് തിങ്. അപ്പോൾ അതൊരു മിഷൻ പോലെ നമ്മൾ കൺസിഡർ ചെയ്തിട്ട് നമ്മൾ അതാണ് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബിക്കോസ് ഹെൽത്തി ക്യാൻ ഫിൽ ദ ഗ്യാപ്പ് ഫോർ ദ ഫുഡ് റിക്വയർമെൻറ്റ്സ്, ബട്ട്
കെൽത്തി കാണ്ട് ഫിൽ ദ ഗ്യാപ്പ് ദി അവയർനെസ്. അത് നമ്മളാണ് മനസ്സിലാക്കിയിരിക്കേണ്ടത്. അത് ഒരു ബോഡിക്ക് എന്താ വേണ്ടതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി ജീവിക്കുക എന്നുള്ളതിനകത്ത് നമുക്കൊരു അവയർനെസ് കൊടുക്കാനേ നമുക്ക് പറ്റുള്ളൂ. ട്രൈങ് ടു ഗീവ് ദാറ്റ് കൈൻഡ് ഓഫ് അവയർനെസ് ടു യു ആൻഡ് ദാറ്റ് കൈൻഡ് ഓഫ് ഹെൽപ്പ് ടു യു. എന്തുകൊണ്ട് ഗട്ട് ഹെൽത്തിന് കെൽത്തി കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ഇത്രയും ഇമ്പോർട്ടൻസ് അതിലേക്ക് ഒരു ഫോക്കസ് ചെയ്യുന്നതിൻ്റെ ഒരു കാരണം? അതിൻ്റെ മെയിൻ കാരണം ഗട്ട് ഹെൽത്താണ് എല്ലാം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതായത് ഗട്ട് ഹെൽത്ത് ചേഞ്ച് ആയാൽ തന്നെ നമ്മുടെ ആ ഒരു ഗട്ട് എന്ന് പറയുന്നത് നമ്മുടെ വാ മുതൽ കോളം വരെയുള്ള ഒരു ഹോൾ തിങ് ആണ്. അതൊരു ഒരു ഡിഫറെൻറ്റ് യൂണിവേഴ്സാണ്. നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു ചെറിയൊരു പൈപ്പ് പോലെ വിചാരിക്കാം, പക്ഷേ ഇറ്റ് ഹാവ് ലോട്ട് ഓഫ് ബാക്ടീരിയൻ ആൻഡ് ഈസ്റ്റ് ആൻഡ് എവറിത്തിങ് ഇസ് ദർ. ആ ഒരു ഹോൾ യൂണിവേഴ്സിന് വേണ്ടി ഞാൻ പറയാൻ കാരണം പലതരം സാധനങ്ങൾ അതിനകത്തുണ്ട്. നമ്മൾക്ക് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു വലിയൊരു ടൗൺ എന്ന് വേണമെങ്കിൽ പറയാം. അതേപോലത്തെ വേറെ ലോകം എന്ന് തന്നെ പറയാം. ആ ലോകത്തെപ്പറ്റി മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ ഒരു ഓവറോൾ ഹെൽത്ത് ബേസിസിൽ നമ്മളൊരു പോയിന്റിലെത്തുക. അതിനാണ് നമ്മൾ ഗട്ട് എന്ന് പറഞ്ഞത്. ഗട്ട് ഹെൽത്ത് എന്ന് പറയുന്നത് നമ്മൾ റെഡിയാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ളതെല്ലാം പുറകെ വരും. സ്ലീപ്പ് ആൻഡ് മൂവ്മെൻറ്റ് ഈസ് വൺ ഓഫ് ദ ബെനിഫിറ്റ് ഫാക്ടർ ഓൾസോ. കാരണം സ്ലീപ്പും മൂവ്മെൻറ്റും ഒക്കെ എനിക്ക് തോന്നുന്നു നമുക്കിപ്പോൾ സ്ലീപ്പും മൂവ്മെൻറ്റ് ആയിക്കോട്ടെ, നമുക്ക് ചിലപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞുകൊണ്ടാണ് നമുക്ക് ചെയ്യാൻ മടിയുണ്ടാവും. നമുക്ക് ചിലപ്പോൾ സ്ലീപ്പ് കറക്റ്റായിട്ട് ടൈമിൽ കിടക്കാൻ മടിയുണ്ടാവും. പക്ഷെ എൻ്റെ ഒരു വിശ്വാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് റെഡിയായപ്പോൾ തന്നെ, നമ്മുടെ ഗട്ട് റെഡിയായപ്പോൾ തന്നെ ബാക്കിയുള്ളതും ലൈനിൽ വന്നു എന്നുള്ളതാണ്. ലൈക്ക് സ്ലീപ്പ് കറക്റ്റാക്കാൻ തനിയെ ശ്രമിക്കുന്നു. ഞാൻ പറഞ്ഞില്ല നേരത്തെ വിൽ പവർ ഒന്നും വേണ്ട. വിൽ പവർ ഇല്ലാതെ തന്നെ ആ ഒരു സംഭവം നടക്കുന്നു. ഷുഗർ ഇപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ വേണ്ട, അത്രയേ ഉള്ളൂ. അതൊരു വിൽ പവറായിട്ടല്ല. ദാറ്റ് ഈസ് കൈൻഡ് ഓഫ് എ ഡിഫറെൻറ്റ് ഫീലിംഗ്. അത് പ്രത്യേകിച്ച് ആരും പറഞ്ഞു തരണ്ട. അത് എന്തുകൊണ്ടായിരിക്കാം എന്നൊരു വിശ്വാസം അത് ഗട്ടിൻ്റെ ഒരു ഓവറോൾ ചേഞ്ച് കൊണ്ടാണ്. ആ ഗട്ടിൻ്റെ ഓവറോൾ ചേഞ്ച് കൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കുന്നതിന് അപ്പുറത്താണെന്നുള്ള വിശ്വാസത്തിലാണ് വി ട്രൈ ടു ടേക്ക് കെയർ ഓഫ് ദ ഗട്ട് ഫസ്റ്റ്. ഗട്ട് ടേക്ക് കെയർ ചെയ്ത് കഴിഞ്ഞാൽ ദി അതർ തിങ്സ് വിൽ കം ഇൻ ലൈൻ. സോ നമ്മൾ വിൽ പവർ വേണ്ട ആ സമയത്ത്, നമ്മൾ പ്രത്യേകിച്ച് ഒരു റെസ്ട്രിക്ഷൻസ് വേണ്ട ആ സമയത്ത്, നമ്മൾ അതിന് വേണ്ടി കിടന്നിട്ട് ഉരുളണ്ട. നമ്മുടെ പല കാര്യങ്ങളും നമ്മൾ ചിന്തിക്കുന്ന നമ്മുടെ സ്ട്രെസ് ആയിക്കോട്ടെ, നമ്മൾ ജീവിതത്തിൽ പലരും ചോദിക്കും സ്ട്രെസ് എങ്ങനെ മാറ്റിയെടുക്കും ജീവിതത്തിൽ. നമ്മുടെ സ്ട്രെസ്സ് മാറ്റാൻ പറ്റില്ല. സ്ട്രെസ് വിൽ ബി ദർ ഇൻ യുവർ ലൈഫ്. ഇനി ആരുടെ ജീവിതത്തിലാണെങ്കിലും, അതിപ്പോൾ പണക്കാരൻ്റെ ജീവിതത്തിലാണെങ്കിലും പാവപ്പെട്ടവൻ്റെ ജീവിതത്തിലാണെങ്കിലും സ്ട്രെസ് വിൽ ബി ദർ ഇൻ സം ഓർ അനദർ. അതായത് മനുഷ്യനാണെങ്കിൽ സ്ട്രെസ് ഉണ്ടാവും. അത് പല രീതിയിലായിരിക്കും, പല ഫാക്ടേഴ്സ് അതിനകത്ത് ഉണ്ടാവും. ബട്ട് അതിലും അപ്പുറമായിരിക്കും നമ്മുടെ ഒരു മൈൻഡ്. അത് ഗട്ട് റെഡി ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ആ ലെവലിലേക്ക് വരും. ആ ലെവലിലേക്ക് വന്നു കഴിയുമ്പോൾ ദിസ് വിൽ നോട്ട് അഫക്റ്റ് അസ്. ആ സ്ട്രെസ്സ് നമ്മളെ ബാധിക്കാത്ത രീതിയിലേക്ക് നമ്മൾ മാറുവാണ്. അപ്പോഴാണ് ആ ഒരു പവർ ഓഫ് ഗട്ട് നമുക്ക് മനസ്സിലാവുക. അല്ലാതെ നമുക്കത് മനസ്സിലാക്കിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് ബാധിക്കാത്ത രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ബാധിക്കാത്ത രീതിയിൽ എന്ന് പറയുമ്പോൾ ഇറ്റ് മേ ബി ലൈക്ക് നമ്മൾ നേരത്തെ എന്താണോ ഒരു സ്ട്രെസ്സ് വരുമ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് അതിൽ നിന്ന് മാറിയൊരു അനുഭവം കിട്ടി തുടങ്ങും. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഞാൻ നേരത്തെ സ്ട്രെസ്സിൽ നിന്ന് മാറിയിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെസ് അടിക്കുകയാണെങ്കിൽ നമ്മൾ പിന്നെ നമുക്ക് അതിനെ നമ്മൾ സപ്പോർട്ട് എടുക്കുന്നില്ല. പ്രത്യേകിച്ചൊരു ആണായതുകൊണ്ടായിരിക്കാം ഐ ട്രൈ ടു ടേക്ക് കെയർ ഓഫ് ദ സ്ട്രെസ് ബൈ മൈസെൽഫ്. ഞാൻ ആരോടും പറയാൻ പോകില്ല. ഞാൻ എൻ്റെ രീതിയിൽ തന്നെ എങ്ങനെ കോപ്പപ്പ് ചെയ്യാമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കും. സ്ട്രെസ് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത രീതിയിലാണെങ്കിൽ നേരെ പോകുന്നു, കുറച്ച് നേരം വീഡിയോ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നു, നമ്മളത് മറക്കാൻ ശ്രമിക്കുന്നു. എങ്ങനെയെങ്കിലും മറന്ന് ആ ലെവലിൽ എത്തിക്കാനായിരിക്കും ചിലപ്പോൾ ശ്രമിക്കുക, അല്ലെങ്കിൽ ഫുഡ് കഴിച്ചിട്ടായിരിക്കും ചിലർ ശ്രമിക്കുക. അങ്ങനെയുള്ള രീതികളിൽ നിന്ന് മാറി ഇപ്പോൾ സ്ട്രെസ്സ് വന്നു കഴിഞ്ഞാൽ ഐ എം നോട്ട് അറ്റ് ഓൾ ബോതേഡ്. എനിക്ക് വേറൊരു മീഡിയം വേണ്ട ആ സ്ട്രെസ്സ് മാറണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ സ്ട്രെസ്സിനെ പറ്റി ആ സ്ട്രെസ്സ് നമ്മളെ ബാധിക്കാത്ത രീതിയിൽ ഐ എം നോട്ട് അറ്റ് ഓൾ ബോതേഡ് അബൌട്ട് ഇറ്റ്. അപ്പോൾ സ്ട്രെസ് ഉണ്ടാവും ഒബ്വിയസ്ലി. ബട്ട് അതിന് മാറ്റാൻ വേണ്ടി പോയി ഫുഡ് കഴിക്കുക, അല്ലെങ്കിൽ അത് മാറ്റാൻ വേണ്ടി വീഡിയോ ഗെയിം കളിക്കുക, അല്ലെങ്കിൽ അത് മാറ്റാൻ വേണ്ടി വേറെ എന്തെങ്കിലും പരിപാടി ചെയ്യുക. നോ, നത്തിങ് ഇസ് ദർ. അത് ഉണ്ടാവും. ദാറ്റ് ഈസ് ദർ. സംഹൗ നമ്മൾ ഒരു എന്താ പറയുക, ഒരു റീസൺ കണ്ടുപിടിക്കും പതുക്കെ. മേ ബി നോട്ട് അറ്റ് ദ ടൈം, ബട്ട് ഇറ്റ് വിൽ കം അറൗണ്ട് എന്നുള്ള വിശ്വാസം. സ്ട്രെസ് അവിടെ ഉണ്ട്. ഇതിനെ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, അതെ, അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, നമ്മൾ എങ്ങനെ അതിനെ തിരിച്ച് ഹാൻഡിൽ ചെയ്യുന്നുള്ള സംഭവമാണ് മാറുന്നത്. നമ്മൾ നേരത്തെ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നതിൽ നിന്ന് ടോട്ടലി ഒരു വ്യത്യസ്തമായ രീതിയിൽ ഇപ്പോൾ നമ്മളതിനെ ടേക്ക് കെയർ ചെയ്യുന്നു. ഇപ്പോൾ ഒരാൾ നമ്മളോട് ദേഷ്യപ്പെടുന്നു, നമ്മൾ ഒബിയസ്ലി എന്താണ് തിരിച്ചും ദേഷ്യപ്പെടും. അതായത് നേരത്തെ ഗട്ട് റെഡി ആയി കഴിഞ്ഞപ്പോൾ ഒരാൾ നമ്മൾ ദേഷ്യപ്പെടുന്നു, ബട്ട് നമ്മളത് കാമായിട്ട് കേൾക്കുന്നു. എന്തുകൊണ്ട് അയാൾ ദേഷ്യപ്പെട്ടിരിക്കാം എന്ന് ചിന്തിക്കാൻ ശ്രമിക്കുന്നു. അയാളെ എന്തെങ്കിലും എന്താ പറയുക പറഞ്ഞ് സമാധാനപ്പെടുത്താൻ പറ്റുമോ എന്നും മനസ്സിലാക്കുന്നു. ആ രീതിയിലേക്കൊരു തോട്ട് പ്രോസസ്സ് സ്ലോ ആയിട്ട് വരാൻ വേണ്ടിയെങ്കിലും ശ്രമിക്കുകയാണ്. അപ്പോൾ അവിടെ ആ ചേഞ്ച് ഡിഫറൻസ് ഉണ്ട്. മറ്റേത് പെട്ടെന്ന് നമ്മൾ ദേഷ്യപ്പെടുന്നു, ഇവിടെ ആ ദേഷ്യം സ്ലോ ആയിട്ടാണ്. പക്ഷേ അതിന് മുന്നേ നമ്മൾ കുറേ ഫാക്ടേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ട് എന്തായിരിക്കും ചിലപ്പോൾ ദേഷ്യപ്പെടാൻ കാരണം. ചിലപ്പോൾ ഇന്ന് രാവിലെ ബുദ്ധിമുട്ടായിരുന്നുകൊണ്ടായിരിക്കും ചിലപ്പോൾ ദേഷ്യപ്പെടുന്നത്. വിട്ടേരെ, അത് നമുക്ക് കുഴപ്പമില്ല.
പിന്നെ നോക്കാം. നമ്മൾ ആ വ്യക്തിയോട് നമ്മളൊരു ദേഷ്യം വെക്കുന്നില്ല. ആ വ്യക്തി ദേഷ്യപ്പെടുന്നതിനൊരു കാരണമുണ്ടെന്നുള്ള വിശ്വാസത്തോടു കൂടി നമ്മളതിനെ കാണുകയാണ്. അപ്പം ആ വ്യക്തിയല്ല അവിടെ കാരണക്കാരൻ. ദർ ഈസ് സംതിങ് ബിഹൈൻഡ് ഹിം ദാറ്റ് ഈസ് മേക്കിംഗ് ഹിം ആംഗ്രി. ആ ഒരു മെച്യൂരിറ്റി ഓൺ തിങ്കിങ് ലെവലിൽ പോലും നമുക്കത് ലഭിക്കുന്നു എന്നുള്ളതാണ് വ്യത്യാസം ഈ ഗട്ട് ഹെൽത്തിൽ നിന്ന്. യെസ്, ആ ഗട്ട് ഹെൽത്തിൽ നിന്ന് അതെല്ലാം കിട്ടുമെന്നാണ് എൻ്റെ വിശ്വാസം. ആ ഗട്ട് ഹെൽത്താണ് അതിൻ്റെ എല്ലാത്തിനും കാരണം വേറെ ഒരു കാര്യം നമ്മൾ വിൽ പവർ വെച്ച് ഞാനിപ്പോൾ കടിച്ചു പിടിച്ചിരുന്നാലും എനിക്ക് തോന്നുന്നില്ല ഒരാൾ ദേഷ്യപ്പെടുമ്പോൾ വിൽ പവർ നമുക്ക് ദേഷ്യപ്പെടില്ല എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നാൽ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പോകും. പക്ഷേ ഇത് നമ്മളിതിന് വേണ്ടി ഒരു എഫർട്ട് ഇടുന്നില്ല. നമ്മൾ ഒരു എഫർട്ട് ഇടാതെ തന്നെ ഇറ്റ് ഈസ് ഹാപ്പനിങ് ഓൺ ഇറ്റ്സ് ഓൺ. നമ്മൾ തന്നെ അറിയാതെ ഇറ്റ്സ് ചേഞ്ച്. അതാണ് ഞാൻ പറയാം, വീട്ടിൽ പോലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വഴക്കുകൾ ഒരു 10% കുറഞ്ഞു. അതായത് 100% ആയിരുന്നത് ഇപ്പോൾ 10% പോലും ഇല്ല. അതായത് ഐ ആം റെഡി ടു ഹിയർ വാട്ട് ദി അതർ പേഴ്സൺ ഇസ് സെയിങ്. അപ്പോൾ നമ്മളൊരാൾ ദേഷ്യപ്പെട്ടാൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നു എന്തുകൊണ്ടായിരിക്കാം ദേഷ്യപ്പെട്ടത്. നമ്മളത് മനസ്സിലാക്കി നമ്മൾ കിട്ടണം. മറ്റത് അങ്ങനെ ആയിരിക്കില്ല. നമ്മളും ഒരു ടെൻഷനിലായിരിക്കും. പെട്ടെന്ന് ഒരാൾ ദേഷ്യപ്പെടുമ്പോൾ ഞാൻ രാവിലെ മുതൽ പണി ചെയ്ത് വൈകുന്നേരം വന്ന് ഇപ്പോൾ എന്നോട് ദേഷ്യപ്പെടണം എന്നുള്ള കണ്ടീഷൻ നമുക്ക് അവിടെ പെട്ടെന്ന് വരാം. അതിൽ നിന്ന് മാറിയിട്ട് ഹി ഓർ ഷീ ഇസ് ഓൾസോ എന്തുകൊണ്ടോ ഒരു കാരണം കൊണ്ടാണ് ദേഷ്യപ്പെടുന്നത്. ഐ എം ട്രൈങ് ടു. അപ്പം നമ്മൾ അതെന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. ആ വ്യക്തിനേക്കാൾ ഉപരി അതെന്തുകൊണ്ടായിരിക്കുന്നു മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ ദാറ്റ്സ് എ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് തിങ്. നമ്മൾ ഒരിക്കലും ചെയ്യാത്തൊരു കാര്യം ചെയ്യണം. അതെന്തുകൊണ്ട് ചെയ്യുന്നു? നമ്മുടെ വിൽ പവർ അല്ല. ഐ തിങ്ക് ഇറ്റ്സ് ഓൺ യുവർ ഓൺ ദ ബോഡി ഈസ് ഡൂയിങ് എന്ന കണ്ടീഷൻ. അത് ഈ ഒരു ഹെൽത്ത് ചേഞ്ചിന് ശേഷം മാത്രമാണ് ഞാൻ അനുഭവിച്ചത്. സോ ദാറ്റ് വാസ് എ ബിഗർ മിറക്കിൾ ഫോർ മീ ആൻഡ് ഐ ബിലീവ് ദാറ്റ്സ് വൈ വി ഫോക്കസ് ഓൺ ഗട്ട് ഹെൽത്ത് മോർ. ഗട്ട് ഹെൽത്തിന് ഇത്രയും പ്രാധാന്യം കെൽത്തി കൊടുക്കുന്നതിൻ്റെ ഒരു മെയിൻ റീസൺ ഇത് തന്നെയാണ്. യെസ്. സോ എല്ലാവർക്കും ഈ ഒരു ഗട്ട് ഹെൽത്ത് വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഇവിടെ സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾക്കൊരു വിരാമം ഐ ബിലീവ്. ഗട്ട് ഹെൽത്തിനെ കുറിച്ച് നമ്മൾ കേട്ടു. ഇനിയിപ്പോൾ ഉള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കെൽത്തിയെ മറ്റ് ഹെൽത്തി ഫുഡ് ബ്രാൻഡുകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ഒരു കാരണം എന്താണ്? കെൽത്തി ഒരിക്കലും മറ്റേ ഫുഡ് ബ്രാൻഡുകൾക്ക് എതിരെയോ അല്ലെങ്കിൽ ഒരു കോമ്പറ്റീഷനായിട്ടോ ആരെയും കാണുന്നില്ല. ഐ ബിലീവ് ഇൻ എക്കോസിസ്റ്റം. അതായത് ഈ ഒരു എക്കോസിസ്റ്റത്തിൽ എല്ലാവരും ആവശ്യമുള്ളതാണ്. നല്ലതും വേണം, ചീത്തയും വേണം. ചീത്ത മാത്രം ഉണ്ടായാലും ശരിയാവില്ല, നല്ലതും മാത്രം ഉണ്ടായാലും ശരിയാവില്ല എന്നുള്ള വിശ്വാസമാണ്. സോ കെൽത്തി മറ്റ് ബ്രാൻഡിൽ നിന്ന് വ്യത്യാസം വരുന്ന ഒറ്റ കാര്യമെന്ന് പറയുന്നത് പക്ഷേ നമ്മൾ കുറച്ചും കൂടി ഫോക്കസ്ഡ് ആണ്. വി ആർ മോർ ഫോക്കസ്ഡ് ഓൺ ദ ഗട്ട് ഹെൽത്ത് മോർ ദാൻ വാട്ട് വി ആർ ഗീവിങ് എന്നുള്ളതിൽ. അതായത് ഒരു ഫുഡിൻ്റെ ബേസിസിൽ എടുത്തു കഴിഞ്ഞാൽ മേ ബി ഒരു ഫുഡ് ബ്രാൻഡ് എന്താ ചെയ്യുക, ഒരു ഫുഡ് ഉണ്ടാക്കുമ്പോൾ ഹെൽത്തി ആയിട്ട് എന്താ ചിന്തിക്കുക, കൂടുതൽ സാലഡ്സ് അല്ലെങ്കിൽ റോ കൈൻഡ് ഓഫ് ഫുഡ്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ളത്, അല്ലെങ്കിൽ ഫൈബറിൻ്റെ ഇൻക്ലൂഷൻ എത്രയുണ്ടെന്നുള്ള അങ്ങനത്തെ സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചിലപ്പോൾ ചിന്തിച്ചോണമെന്നില്ല. ഒരു പ്ലേറ്റ് യു ഗീവ്, അതിനകത്ത് ഇന്ന സാധനങ്ങളുണ്ട്, കുറച്ച് ലെറ്റ്യൂസ് ഉണ്ട്, അങ്ങനെയുള്ളതെല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കുന്നതിൽ നിന്ന് മാറി വി ട്രൈ ടു ബി മോർ ഇൻ എ സയൻറ്റിഫിക്. അതായത് ഗട്ട് ഹെൽത്തിന് ആവശ്യമായിട്ടുള്ള രീതിയിൽ എങ്ങനെ ഫുഡ് കൊടുക്കാം എന്നുള്ള കണ്ടീഷനാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. സോ വി ട്രൈ ടു ഇൻകോപ്പറേറ്റ് പ്രോബയോട്ടിക്സ് ആൻഡ് പ്രീബയോട്ടിക്സ് ഇൻ അവർ ഫുഡ്സ്. സോ ആ ഒരു കണ്ടീഷൻ വരുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗട്ടിന് ആവശ്യമുള്ള സാധനങ്ങൾ എന്ന രീതിയിലാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. നമ്മളൊരാളുടെ ഒരു ഫുഡിങ്ങിനല്ല, ഒരാളുടെ ഫുഡിങ്ങിനേക്കാൾ ഉപരി we try to promote the gut health and that too in a tasty way. ടേസ്റ്റിയും ആയിരിക്കണം. ഹെൽത്തിൻ്റെ സെനേറിയോ പറയുമ്പോൾ എല്ലാവരും പറയും ടേസ്റ്റി ആയിരിക്കില്ല അല്ലെങ്കിൽ അങ്ങനത്തെ സെനേറിയോ ആയിരിക്കും. നമ്മൾ കൂടുതലും അങ്ങനെയല്ല, നമ്മളതിനെ ടേസ്റ്റി ആക്കി എങ്ങനെ കൊടുക്കാം, ദാറ്റ് ടു വിത്തിൻ ദ എങ്ങനെയാണോ ആ ഒരു ലിമിറ്റേഷൻ വെച്ചിട്ട്, ഹെൽത്തി ലിമിറ്റേഷൻ വെച്ചിട്ട് എങ്ങനെ ടേസ്റ്റി ആക്കാമോ ആ ലിമിറ്റേഷൻ മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. ആ ലിമിറ്റേഷൻ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ അഫോർഡബിലിറ്റി, നമ്മൾ കൂടുതലും അഫോർഡബിൾ റേഞ്ചിലാണ് ഫുഡ്സ് എപ്പോഴും പ്രൊവൈഡ് ചെയ്യുന്നത്. ആ ആക്സസിബിലിറ്റി റീച്ച് ചെയ്യാൻ വേണ്ടിയാണ്. നമ്മൾ ഒരിക്കലും ഒരു ഹെൽത്തി ഫുഡ് ആകുമ്പോൾ നിങ്ങൾ എപ്പോഴും നമ്മൾ വിചാരിക്കും എക്സ്പെൻസീവ് ആയിരിക്കും. നമ്മൾ എക്സ്പെൻസീവിനേക്കാളും കൂടുതൽ നമ്മളത് ആക്സസിബിലിറ്റി എത്തിച്ചു കൊടുക്കാൻ എങ്ങനെ പറ്റും എന്നുള്ള കണ്ടീഷൻ, എങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ള കണ്ടീഷൻ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഇപ്പോൾ ആപ്പ് എടുത്താലും യു ക്യാൻ ഒബ്വിയസ്ലി സീ ദ ഇൻഗ്രീഡിയൻസ്. ആ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് യു ക്യാൻ മേക്ക് ദ ഫുഡ്. ദർ ഇസ് നോ നീഡ് ടു ഗെറ്റ് ഫുഡ് ഫ്രം മീ ഓൾസോ. ബട്ട് ഇഫ് ദർ ഇസ് എ ഗ്യാപ്പ്, അതായത് നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലാണെങ്കിൽ വി ആർ ഒബ്വിയസ്ലി ദർ ടു ഹെൽപ്പ് യു. ആ കണ്ടീഷൻ ഫീൽ ചെയ്തുള്ളൂ. സോ ഇറ്റ്സ് മോർ ലൈക്ക് ആൻ അവെയർനെസ് തിങ്. ഒരു പ്രൊഡക്റ്റ് പുഷ് ചെയ്യുന്നതിനേക്കാളും ഐ ട്രൈ ടു പുഷ് ദ അവെയർനെസ് ഫസ്റ്റ്. വാട്ട് ടു ഡു, എങ്ങനെ ഗട്ട് ഹെൽത്തിലേക്ക് എത്താം, ഗട്ട് ഹെൽത്തിന് എന്തൊക്കെ ചെയ്യണം. അതിന് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോൾ ദർ ആർ ഫുഡ്സ് ദർ ആർ പ്രൊഡക്ട്സ് വിത്ത് അസ്, വി ക്യാൻ ഹെൽപ്പ് യു ഓൺ ദാറ്റ്. ആ ഒരു റീസൺ മാത്രമേ നമ്മളവിടെ ചെയ്യുന്നുള്ളൂ. സോ ഇറ്റ്സ് നോട്ട് എ പർട്ടിക്കുലർ അതർ ഫുഡ് ബ്രാൻഡ് പോലെ ഒരു ഫുഡിനെ മാത്രം ഫോക്കസ് ചെയ്യുന്ന രീതിയിലല്ല. വി ആർ ഫോക്കസിങ് ഓൺ അവെയർനെസ്, വി ആർ ഫോക്കസിങ് ഓൺ ഗട്ട്, വി ആർ ഫോക്കസിങ് ഓൺ യുവർ ഓവറോൾ ഹെൽത്ത്. ദർ ഇസ് നോ എ സിംഗിൾ തിങ് ലൈക്ക് വി ആർ ഡൂയിങ്. അതൊരു എല്ലാത്തിൻ്റെയും കൂടെ ഒരു കംപ്ലീറ്റ് തിങ് ആണ്.
Okay. And I believe in an ecosystem where everyone flourishes, not like a competition where we compete with somebody else. I think everyone has to be there to help everyone else. Not എനിക്ക് മാത്രം ചെയ്യാവുന്ന ഒരു സംഭവമല്ല. There are so many people are doing the same thing, I guess. So inclusively they also will help you to find the right kind of food for your gut in the future maybe. ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ഒരാൾ അല്ലെങ്കിൽ അയാൾക്കൊരു ആരോഗ്യ പ്രശ്നമുണ്ട്, അതായിട്ട് പുള്ളി സ്ട്രഗിൾ ചെയ്യുവാണ്, അപ്പോൾ അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ അവരോട് എന്താ പറയാനുള്ളത്? സി ആദ്യം ലിസൺ ടു യുവർ ബോഡി. അതായത് നമ്മുടെ ബോഡി നമ്മളോട് എന്താ പറയുന്നതെന്നുള്ളത് കേൾക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. ബോഡി വിൽ ബി ഗിവിങ് യു സൈൻസ്. അത് ചിലപ്പോൾ പെയിൻ ആയിട്ടായിരിക്കാം, അത് ചിലപ്പോൾ ഒരു ഫീലിംഗ് ആയിട്ടായിരിക്കാം, വേറെ എന്തെങ്കിലും അസുഖമായിട്ടായിരിക്കാം, ഇങ്ങനെയായിരിക്കാം. ദ ബോഡി ആർ ഗിവിങ് യു സൈൻസ് ടു ചേഞ്ച് ദ വേ യു ആർ ലിവിങ്. ആ സയൻസിനെ നമ്മൾ കാണാതിരിക്കരുത്, ആ സയൻസ് നമ്മൾ ശ്രദ്ധിക്കുക. അതാണ് ആരോഗ്യ പ്രശ്നങ്ങളായിട്ട് മാറുന്ന പല കാര്യങ്ങളും. സോ ആ സയൻസ് വൺസ് യു ആർ ഫൈൻഡിങ് ദാറ്റ് സയൻസ്, ഇപ്പോൾ ജീവിതത്തിൽ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിലെന്ത് മാറ്റം വരുത്തണം എന്നുള്ളത് അവനവൻ്റെ പ്രാക്ടിക്കൽ ലെവലിൽ ആലോചിക്കുക. അതായത് പെട്ടെന്ന് എടുത്തിട്ട് ഒരു തീരുമാനം എടുത്തിട്ട് എല്ലാം ഒഴിവാക്കുന്നുള്ള കണ്ടീഷനല്ല ഞാൻ പറയും. യു ട്രൈ ടു ചേഞ്ച് സ്മോൾ തിങ്സ്. ഇപ്പോൾ ചിലപ്പോൾ ഉറക്കമായിരിക്കാം, ചിലപ്പോൾ ഗട്ട് പെട്ടെന്ന് അല്ലെങ്കിൽ ഫുഡ് പെട്ടെന്ന് റെഡിക്കാൻ പറ്റിക്കണമെന്ന് നിർബന്ധമില്ല. ബട്ട് സ്ലീപ്പ് ചിലപ്പോൾ എളുപ്പമായിരിക്കും. എനിക്ക് രാത്രി 10 മണിക്ക് കിടന്നിട്ട് രാവിലെ എഴുന്നേക്കാൻ എളുപ്പമായിരിക്കും. അതിലൊരു ഡിസിപ്ലിൻ കൊണ്ടുവരാൻ ശ്രമിക്കുക. രാവിലെ എഴുന്നേറ്റിട്ട് 1 ഗ്ലാസ് 2 ഗ്ലാസ് വെള്ളം കുടിക്കുക, അതിനുശേഷം ഒന്ന് നടക്കുക എന്നുള്ളത് ചിലപ്പോൾ പോസിബിൾ സാധനങ്ങളായിരിക്കും. അത് കൊണ്ടുവരാൻ നോക്കുക. അങ്ങനെ ചെറിയ ചെറിയ മാറ്റങ്ങൾ പതുക്കെ ജീവിതത്തിൽ കൊണ്ടുവന്ന് കഴിയുമ്പോൾ ദാറ്റ് വിൽ ബി എ വിൻ ഫോർ യുവർ ബോഡി. വൺസ് അതിൽ നമ്മളൊരു വിൻ അച്ചീവ് ചെയ്യുമ്പോൾ ദ റെസ്റ്റ് ഓഫ് ദ തിങ്സ് വിൽ ഫോളോ. പതുക്കെ നമ്മൾ അതിനകത്ത് അനുഭവിക്കുന്ന സന്തോഷം ബോഡി വിൽ ട്രൈ ടു എന്താ പറയുക, ആ ഒരു ബാക്കിയുള്ള കാര്യങ്ങളിലേക്കും ചേഞ്ച് കൊണ്ടുവരാൻ നമുക്കൊരു പ്രേരണയായിട്ട് മാറും. അപ്പോൾ ഒബ്വിയസ്ലി നമ്മൾ പിന്നെ നമ്മുടെ ഹെൽത്തിലേക്ക് നോക്കും, നമ്മളുടെ ഫുഡിലേക്ക് നോക്കും, നമ്മുടെ ഫുഡ് ചേഞ്ച് ചെയ്യാൻ നമ്മൾ തന്നെ ശ്രമിക്കും. അപ്പോൾ പതുക്കെ ഓരോ കാര്യങ്ങളും ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇൻ ലൈനിൽ വരും. ഇൻ ലൈനിൽ വന്നു കഴിയുമ്പോൾ യുവർ ബോഡി വിൽ ഓട്ടോമാറ്റിക്കലി ചേഞ്ച്. അപ്പോൾ നിങ്ങൾക്ക് പല സൈൻസും നിങ്ങൾക്ക് തന്നെ വ്യത്യാസം വരും. ചില കാര്യങ്ങൾ ചിലപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ രാവിലെ നടക്കാൻ പറ്റുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ വൈകുന്നേരം നടക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ പ്രാക്ടിക്കാലിറ്റി യൂസ് ചെയ്തിട്ട് മാറ്റിയെടുത്തുകൊണ്ടിരിക്കുക. നമുക്ക് ഏറ്റവും പ്രാക്ടിക്കലായിട്ടും നമുക്ക് ഏറ്റവും കംഫർട്ടും ഫീൽ ചെയ്യുന്ന രീതിയിൽ നമ്മൾ പതുക്കെ പല ജീവിതചര്യകളും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുക. പ്രത്യേകിച്ച് സ്ലീപ്പിലും മൂവ്മെൻറ്റിലും. ഇപ്പോൾ ജോലി, ഇപ്പോൾ IT ഭാഗത്തൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർ മോസ്റ്റ്ലി രാവിലെ ഒരു 9 മണി 10 മണി വന്നിരുന്നാൽ ചിലപ്പോൾ എഴുന്നേൽക്കുന്നത് ചിലപ്പോൾ 1 മണി 2 മണിക്കായിരിക്കും. ആ ഇരിപ്പ് ചിലപ്പോൾ അതും സയൻസ് ബോഡി തരും. ചിലപ്പോൾ നടുവേനയായിട്ടായിരിക്കാം, ചിലപ്പോൾ പറഞ്ഞാൽ എഴുന്നേൽക്കുമ്പോൾ തന്നെ ബുദ്ധിമുട്ടുകളായിട്ടായിരിക്കാം, നമുക്ക് കൈ പിടിക്കാതെ എഴുന്നേക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കാം. അപ്പോൾ സയൻസ് മനസ്സിലാക്കുക. ആ ഒരു ബോഡി സയൻസ് തന്നു കഴിയുമ്പോൾ യു ഡു വാട്ട്, ഇങ്ങനെ ഇരുന്നാൽ ശരിയാവില്ല, നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് എഴുന്നേറ്റൊന്ന് കുറച്ച് നേരമെങ്കിലും നടക്കണം. അപ്പോൾ ഒരു മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ എഴുന്നേൽക്കുക, അതുവഴി ഒന്ന് നടക്കുക, ജസ്റ്റ് ഒന്ന് നടന്ന് ഒരു 2-3 സ്റ്റെപ്സ്, ഒരു 10-500 സ്റ്റെപ്സ് എടുത്തിട്ട് തിരിച്ചു വരിക. അപ്പോൾ ബോഡിക്ക് ചിലപ്പോൾ കുറച്ചും കൂടി വ്യത്യാസം ഫീൽ ചെയ്യും. ചിലപ്പോൾ ഒരു 1000 സ്റ്റെപ്പ് എടുക്കണമെങ്കിൽ ചിലപ്പോൾ വ്യത്യാസം വരിക. ആ രീതിയിൽ നമ്മൾ എന്താണോ നമുക്ക് ഏറ്റവും നല്ലതെന്ന് തോന്നുന്നതിനെ പതുക്കെ ഇൻക്ലൂസീവ് ആക്കി കൊണ്ടുവരിക. ആ ചേഞ്ചസ് ജീവിതത്തിൽ ഒരു ഡിസിപ്ലിനിങ് മോഡിൽ തന്നെ, അതായത് കൺസിസ്റ്റൻസ് മോഡിൽ തന്നെ നടത്തിക്കൊണ്ടിരിക്കുക. അത് ഞാൻ പറയും, കുറച്ച് നാൾ അത് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി യു വിൽ ഫൈൻഡ് എ ഗുഡ് സയൻസ്. അപ്പോൾ ഓട്ടോമാറ്റിക് നമ്മൾ അടുത്തടുത്ത കാര്യങ്ങളിലേക്ക് നമുക്ക് പതുക്കെ എൻട്രി ഫീൽ ചെയ്യും. പെട്ടെന്ന് ഓടിച്ചാടി ജിമ്മിൽ പോകാനൊക്കെ പറഞ്ഞാൽ ആർക്കും പറ്റുന്ന കേസല്ല, എല്ലാവർക്കും ശരിക്കും പറഞ്ഞാൽ മടിയായിരിക്കാം. അപ്പം ഏറ്റവും എളുപ്പമുള്ള കാര്യങ്ങൾ ഇൻകോപ്പറേറ്റ് ചെയ്യുക. ഏറ്റവും എളുപ്പമുള്ള കാര്യം ഇൻകോപ്പറേറ്റ് ചെയ്ത് അതിൽ നിന്നൊരു ഗുഡ് ഫീലിംഗ് വന്നു കഴിയുമ്പോൾ യുവർ ബോഡി വിൽ ഓട്ടോമാറ്റിക്കലി ഗിവ് യു സയൻസ് ടു ഡു അതർ തിങ്സ്. അപ്പോൾ നമുക്ക് തന്നെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മളോട് ബോഡി വലുതും പറയും, അന്ന് നാളെ പോലെ ഇങ്ങനെ ചെയ്യാം, നാളെ പോലെ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി മനസ്സിലാക്കുക അതെല്ലാം ദ ബോഡി ഈസ് ഗിവിങ് യു ദ അതർ സയൻസ് ടു ഡു ഗുഡ് തിങ്സ്. അപ്പോൾ അതെല്ലാം ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ ഒരു കാരണം ഇപ്പോൾ ആരുടെ കേസ് എടുത്താലും ഞാൻ പറയാം, എന്നോടത്തോളം ലൈഫ് മോശമായിട്ട് നോക്കിയ ഒരാളുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ സയൻസ് അനുസരിച്ച് രാത്രി 2 മണി 3 മണി ഇരിക്കുക, ഭക്ഷണം കഴിച്ചിട്ട് കിടക്കാമെന്നൊക്കെ പറഞ്ഞാൽ ഐ ഡോണ്ട് നോ ഹൗ മെനി ആർ ഡൂയിങ് ഇറ്റ്. ബട്ട് മൈ ഹോൾ തിങ് മൈ ലൈഫ് വാസ് ദാറ്റ്. സ്ട്രെസ് അടിച്ച് ജീവിക്കുക, സ്ട്രെസ്സിൽ തന്നെ നമുക്ക് പറ്റാത്ത രീതിയിൽ ഇരുന്നുള്ള ജോലി, പല കാര്യങ്ങളിലും ഐ ആം ഓൾസോ എ കൾപ്രിറ്റ് ഇൻ ദിസ്. അതിൽ നിന്ന് എനിക്ക് മാറാമെങ്കിൽ എനിബഡി ക്യാൻ ചേഞ്ച് എന്നെനിക്ക് വിശ്വാസമുണ്ട്. എത്രയും ഡ്രാസ്റ്റിക് ആയിട്ടല്ല, മേ ബി ഓൺ എ ലോങ് കോഴ്സ്, ബട്ട് എവ്രി വൺ ക്യാൻ ഡു ദിസ് എന്നാണ് എൻ്റെ വിശ്വാസം. നമ്മുടെ ബോഡി കാണിക്കുന്ന ഒരു സയൻസും നമുക്ക് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചുള്ളൊരു സ്മോൾ സ്റ്റെപ്സ് എടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ അതാണ് ആദ്യം ചെയ്യേണ്ടത്. ബോഡി തരുന്ന സയൻസിനെ ഒരിക്കലും ഇത് നോർമലാണ്, ഇതിങ്ങനെയാണ്, ഞാൻ പ്രായമായില്ലേ, ഇങ്ങനെയൊക്കെ ആയിരിക്കും, 30-40 വയസ്സ് ആവാറായില്ലേ, ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും, ഇതിങ്ങനെയൊക്കെ പോവും എന്ന് ചിന്തിച്ചെടുക്കരുത്. ആ സയൻസിനെ എപ്പോഴും, കാരണം നമ്മുടെ വൺ ഓഫ് ദ പ്രഷ്യസ്റ്റ് ആസറ്റ്സ് വി ഹാവ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയാണ്. ആ ബോഡിനേക്കാൾ വലിയൊരു ആസറ്റ്
ക്രിയേറ്റ് ചെയ്യാൻ ഐ മീൻ ഇല്ല ശരിക്കും. അപ്പോൾ ആ ബോഡി ഒരു സൈൻ തന്നു കഴിഞ്ഞാൽ ഈ ഒബിയസ്ലി ഇപ്പോൾ നമ്മളിപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിലുള്ളവർ ഇപ്പോൾ പറയുമ്പോൾ ഒരു ഡ്രോപ്പ് ആയി കഴിഞ്ഞാൽ എന്താണ് ഒരു സൈനാണ്. അതായത് 5% ഡ്രോപ്പായി ആ കമ്പനിയിൽ നിന്ന് പെട്ടെന്ന് ഷെയറും പൈസ വിറ്റോ എന്തുകൊണ്ടെന്ന് അലേർട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് പൈസ മാറണേ, സംതിങ് ഇസ് ഗോയിങ് റോങ് എന്നുള്ള അറിയാം. അപ്പോൾ ആ റോങ്നെസ് നമ്മുടെ ബോഡിയും പറയുന്നുണ്ട്. സോ കുറച്ച് ഡ്രോപ്പ് ആവും. നമ്മൾ ഡ്രോപ്പ് ആകുമ്പോൾ നമ്മളത് നോർമലാണെന്ന് വിചാരിച്ചിരിക്കരുത്. അപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ ദർ വിൽ ബി എ നൈസ് റിവേഴ്സൽ. അല്ലാന്ന് ടൈം പോയിക്കൊണ്ടിരിക്കും. സ്റ്റോക്ക് മാർക്കറ്റ് പോലെ തന്നെ പൈസ 5% പോയി, പിന്നെ 10 പോയി, പിന്നെ 50 പോയി, 60 പോയി കഴിഞ്ഞിട്ട് പിന്നെ നോക്കുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. അതിലും ഭേദം 5% നമ്മുടെ ബോഡി എന്തെങ്കിലും സൈൻ തരുമ്പോൾ തന്നെ ചെയ്യുവാണെങ്കിൽ അത് അവിടെ ചിലപ്പോൾ അങ്ങ് മാറി കിട്ടും. ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് പിന്നെ 50 60 കുറച്ച് കഴിയുമ്പോഴേക്കും നമുക്കതൊരു വലിയൊരു ഡിസീസായിട്ട് മാറുക, വഷളാവാൻ ചാൻസ് ഉണ്ടാവും. സോ നെവർ എവർ ബോഡി തരുന്ന സയൻസിന് യു ഡോണ്ട് അതൊരിക്കലും വേണ്ട, അത് നോർമലാണ്, കണ്ടില്ലെന്ന് നടിക്കരുത്. ദാറ്റ്സ് ദ തിങ് യു ഷുഡ് ഓൾവേസ്. സോ അപ്പോൾ ഇത്രയും നേരം ഗട്ട് ഹെൽത്തിനെ കുറിച്ചും ഹെൽത്തിനെ പറ്റിയും നമുക്ക് അറിയാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങളെക്കുറിച്ചും നമ്മളോട് വളരെ കൃത്യതയോടുകൂടി മനസ്സിലാക്കി തന്ന ലഭിക്ക് താങ്ക് യു. ഇനിയും നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഓരോ ഘടകങ്ങളുമായിട്ടുള്ള അറിവുകൾ പകർന്നു തരാൻ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. താങ്ക് യു. ബൈ.